നേന്ത്രക്കായയ്ക്ക് കുത്തനെ വിലയിടിയുന്നു. വാഴ കർഷകർ പ്രതിസന്ധിയിൽ. VFPCKയുടെ പരിയാരം സ്വാശ്രയ കർഷക സമിതിയിലെ 700ഓളം കർഷകർക്കാണ് വിലയിടിച്ചിൽ ദുരന്തമായി മാറിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ആവേശത്തിന്റെ തുഴയെറിഞ്ഞ് ഭാരതപ്പുഴയിൽ വള്ളംകളി നടന്നു. കയാക്കിംഗ് മത്സരവും ചെറുവള്ളങ്ങളിലെ മത്സരവുമായിരുന്നു പ്രധാന ആകർഷണം. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. എടവലങ്ങ് കാര സ്വദേശി പാറശ്ശേരി വീട്ടിൽ രമേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നേന്ത്രക്കായയ്ക്ക് കുത്തനെ വിലയിടിയുന്നു. വാഴ കർഷകർ പ്രതിസന്ധിയിൽ. VFPCKയുടെ കീഴിലുള്ള പരിയാരം സ്വാശ്രയ കർഷക സമിതിയിലെ 700ഓളം കർഷകർക്കാണ് വിലയിടിച്ചിൽ ദുരന്തമായി മാറിയിരിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന സമിതിയുടെ ചന്തയിൽ കിലോയ്ക്ക് 20 മുതൽ 25 രൂപ വരെയായിരുന്നു വില. ഓണത്തിന് മുമ്പ് കിലോയ്ക്ക് 55 മുതൽ 60 വരെ വിലയുണ്ടായിരുന്ന നേന്ത്രക്കായ്ക്ക് ഓണക്കാലത്ത് 40 മുതൽ 45 രൂപ വരെയായി കുറഞ്ഞു. ഇതാണിപ്പോൾ 25 രൂപയ്ക്ക് താഴെയായത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും വിലക്കുറവിൽ കായ എത്തുന്നതാണ് നാടൻ കായയുടെ വിലയിടിയാൻ കാരണമായി പറയുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നേന്ത്രക്കായ കിലോയ്ക്ക് 18 രൂപയായാണ് മൊത്തക്കച്ചവടക്കാർ വാങ്ങുന്നത്. കായ വറക്കുന്നതിനായി വ്യാപാരികൾ വിലക്കുറവുള്ള അയൽ സംസ്ഥാന കായയാണ് എടുക്കുന്നത്. ഇതൊക്കെയാണ് നാടൻ കായയ്ക്ക് ഡിമാൻഡ് ഇല്ലാതാക്കുന്നത്. കായയ്ക്ക് ഏകീകൃത വിലയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. 1998 പരിയാരം കേന്ദ്രീകരിച്ച് പരിയാരം സ്വാശ്രയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 400 സ്ഥിര അംഗങ്ങളും 300 താൽക്കാലിക അംഗങ്ങളുമാണ് ഉള്ളത്. കായയ്ക്ക് പുറമെ പച്ചക്കറികളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലാണ് ചന്ത. കായയ്ക്ക് വിലയിടിഞ്ഞതോടെ ലോൺ എടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. ആവേശത്തിന്റെ തുഴയെറിഞ്ഞ് ഭാരതപ്പുഴയിലും ചരിത്രത്തിൽ ആദ്യമായി ഭാരതപ്പുഴയിൽ വള്ളംകളി നടന്നു. കയാക്കിംഗ് മത്സരവും ചെറുവള്ളങ്ങളിലെ മത്സരവുമായിരുന്നു പ്രധാന ആകർഷണം. നിള ബ്ലോട്ട് ക്ലബിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വള്ളംകളി സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് നിളയുടെ ഇരുകരകളിലും കൊച്ചിൻ പാലത്തിന് മുകളിലുമായി കാഴ്ചക്കാരായി നിരന്നത്. തുഴയുടെ താളത്തിൽ ഒത്ത് കൈയടിച്ചും ആർപ്പ് വിളിച്ചും വള്ളംകളി ആസ്വദിച്ചു. കയാക്കിങ്ങിന് 17 ടീമുകളും ചെറുവള്ളംകളിക്ക് 8 ടീമുമാണ് പങ്കെടുത്തത്. കയാക്കിംഗ് മത്സരത്തിന് കണ്ണൂരിൽ നിന്നുമെത്തിയ സ്വാലിഹ വനിത സാന്നിധ്യമായി. കയാക്കിംഗ് വള്ളംകളിയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള അമർ സിംഗ് 1ാം സ്ഥാനവും അർജുൻ സിംഗ് 2ാം സ്ഥാനവും നേടി. എറണാകുളത്ത് നിന്നുമെത്തിയ ആന്റണി 3ാം സ്ഥാനം നേടി. ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ കല്ലുകടവ് ജിബി തട്ടകൻ ബോട്ട് ക്ലബ്ബ് 1ാം സ്ഥാനം നേടി. കറുകമാട് ഫജിനി കമാൻഡോസ് 2ാം സ്ഥാനവും തൈക്കാവ് ചെറിയ പണ്ഡിതൻ ബോട്ട് ക്ലബ്ബ് 3ാം സ്ഥാനവും നേടി. മീഡിയ ടൈം, തൃശൂർ. വയലിൽ നിന്നും കളഞ്ഞു കിട്ടിയ 2.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല ഉടമയ്ക്ക് നൽകി വയോധികൻ മാതൃകയായി. ചാലക്കുടി കാട്ടൂസ് റെസിഡൻസിലെ താമസക്കാരനായ പാലക്കാട് സ്വദേശി ദിവ്യ നിവാസിൽ ചന്ദ്രദേവനാണ് മാല തിരികെ നൽകിയത്. സൗത്ത് ജംഗ്ഷനിൽ സുരഭി തിയേറ്ററിന് മുമ്പിൽ നിന്നാണ് കവറിൽ പൊതിഞ്ഞ നിലയിൽ മാല ലഭിച്ചത്. തുടർന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. കൃഷ്ണ ലക്കി സെന്റർ ഉടമ അശോകന്റേതായിരുന്നു സ്വർണ്ണമാല. പണയം വച്ച മാല തിരിച്ചെടുത്തു വരുന്ന വഴിയാണ് മാല നഷ്ടപ്പെട്ടത്. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പിന്നീട് മാല ഉടമയ്ക്ക് കൈമാറി. സീതാരാമനും ഹനുമാനും പുരാണ കഥാപാത്രങ്ങളും ജീവൻ തുടിക്കുന്ന കൊച്ചു കൊച്ചു ബൊമ്മകളായി കൺമുൻപിൽ. വർണ്ണങ്ങളുടെ നിറക്കാഴ്ചയായി ബൊമ്മക്കൊലു ഒരുങ്ങി. നവരാത്രി കാലത്ത് തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ ഒരുക്കുന്ന ബൊമ്മക്കൊലു വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. 3, 5, 7, 9 എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ കളിമൺ പ്രതിമകൾ നിരത്തിയാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നത്. VU സംഗീതമൂർത്തികളും ദശാവതാരത്തിലെ വിവിധ രൂപങ്ങളും ആചാര്യന്മാരും ബൊമ്മകളായി ഉണ്ടാകും. ഏറ്റവും മുകളിലായി ശിവപാർവതി, ബ്രഹ്മാവ്, വിഷ്ണു, അഷ്ടലക്ഷ്മി എന്നിവരും തുടർന്ന് നവദുർഗയും സംഗീതമൂർത്തികളും ഇതിനെ താഴെ ദശാവതാരത്തിലെ വിവിധ രൂപങ്ങളും പിന്നീട് രാമായണം, ശിവപാർവതി കല്യാണം, സുബ്രഹ്മണ്യൻ, ഏറ്റവും താഴെ കല്യാണക്കോലങ്ങൾ എന്നിങ്ങനെയാണ് ബൊമ്മക്കൊലു ഒരുക്കുക. 9 ദിവസവും ബൊമ്മകൾക്ക് പൂജയുണ്ട്. കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകും. ഓരോ വീടുകളിലും ബൊമ്മക്കൊലു ഒരുക്കിയിരുന്നു. പിൽക്കാലത്ത് അസൗകര്യമുണ്ടായപ്പോൾ സമൂഹ ബൊമ്മക്കൊലുവിലേക്ക് മാറി. അഗ്രഹാരങ്ങളിൽ ആഘോഷങ്ങളുടെ കാലമാണ് ഇത്. തൃശൂർ നഗരത്തിൽ പഴയ നടക്കാവ് പാണ്ടി സമൂഹമഠത്തിലും
പുഷ്പഗിരി അഗ്രഹാരത്തിലും ഒരുക്കുന്ന സമൂഹ ബൊമ്മക്കുലു കാണാൻ ജനത്തിരക്കേറെയാണ്. സമൂഹ ബൊമ്മക്കുലു പ്രദർശനം വിജയദശമി വരെ തുടരും. പൂജയെടുപ്പിന് പൂജിച്ച ബൊമ്മകൾ ഭക്തർക്ക് നൽകും. ഇത് വീടുകളിൽ വെക്കുന്നത് ഐശ്വര്യം നിറയ്ക്കുമെന്നാണ് വിശ്വാസം. മീഡിയ ടൈം, തൃശൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള തനിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഒന്നാം ദിവസം വൈകിട്ട് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ജ്ഞാനപാന മഹോത്സവം, തുടർന്ന് സപ്താഹ വിളംബര ചടങ്ങ് എന്നിവ നടന്നു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത്ത്, സെക്രട്ടറി സജി ചന്ദ്രൻ, ക്ഷേത്രം മേൽശാന്തി സതീശൻ മരുതൂർ, ജയറാമൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഒക്ടോബർ 2 വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ ക്ഷേത്രകലകൾ അരങ്ങേറും. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ രാവിലെ പൂജയെടുപ്പ്, കീർത്തനാലാപനം, സരസ്വതി പൂജ, എഴുത്തിനിരുത്തൽ എന്നീ ചടങ്ങുകൾ നടക്കും. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് മനക്കലപ്പടി പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹ യജ്ഞം ആരംഭിച്ചു. യജ്ഞം ഒക്ടോബർ 1 സമാപിക്കും. പനയം രമേശാണ് യജ്ഞാചാര്യൻ. കല്ലമ്പള്ളി മഠം കൃഷ്ണദാസാണ് സഹ ആചാര്യൻ. വേറെ പണിയൊന്നുമില്ലല്ലോ. എന്താ പറയുന്നേ? കാളികവർദ്ധന കഥ എന്ന് പറയാണ്. ഭഗവാൻ, ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള ഭഗവാൻ കാളിയൻ എന്ന് പറയുന്ന ഒരു പാമ്പിനെ ഇട്ട് ചാവൂട്ടി എന്തൊക്കെ കുസ്തികൾ നടത്തി. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. എടവലങ്ങ് കാര സ്വദേശി പാറശ്ശേരി വീട്ടിൽ രമേശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് കൊടുങ്ങല്ലൂരിൽ കാര ബീച്ച് റോഡിൽ വെച്ച് എടവലങ്ങ് കാര സ്വദേശി പെരിങ്ങാട്ടുവീട്ടിൽ ദേവരാജ് പ്രതിയുടെ വാഹനത്തിനെതിരെ വാഹനം ഓടിച്ചുവെന്ന വൈരാഗ്യത്തിൽ പ്രതി ദേവരാജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതിയായ രമേശിനെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. രമേശ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിലും 2 അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച ഒരു കേസിലും അടക്കം 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. മലേഷ്യയിൽ നടന്ന ഏഷ്യ കപ്പ് അണ്ടർ ബാസ്കറ്റ്ബോൾ ബി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീം അംഗം അദീന മറിയം ജോൺസന് ബുധനാഴ്ച കൊരട്ടിയിൽ സ്വീകരണം ഒരുക്കുന്നു. കൊരട്ടി LF കോൺവെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദീന. സ്വീകരണ സമ്മേളനത്തിൽ ചാലക്കുടി MP ബെന്നി ബെഹനാൻ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരള സ്പോർട്സ് കൗൺസിലർ ബാസ്കറ്റ്ബോൾ പരിശീലകനായ ജോൺസൺ തോമസിന്റെയും തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി അനു ഡി ആലപ്പാടിന്റെയും മകളാണ്. വിന്നി ബെസ്റ്റിനാണ് പരിശീലകൻ. മതിലകം പഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50,000 രൂപ വകയിരുത്തിയാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായി. മറ്റു ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ജീവനക്കാർ, ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. വോട്ട് ചോരി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ജനാധിപത്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചന്ദ്രാപ്പനി സെന്ററിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കാളമുറിയിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജനാധിപത്യ സംരക്ഷണ വേദി ചെയർമാൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, കൺവീനർ CJ പോൾസൺ, ട്രഷറർ CB അബ്ദുഹമിദ്, കോർഡിനേറ്റർ KK സക്കരിയ, വർക്കിംഗ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
സാംബവ മഹാസഭ കൂടപ്പുഴ ശാഖയുടെ കുടുംബസംഗമവും ഓണാഘോഷവും നഗരസഭ ചെയർമാൻ ഷിബു വാൽപ്പൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് പി കെ ശശിധരൻ അധ്യക്ഷനായി. കഴിഞ്ഞ 8 വർഷക്കാലം സംസ്ഥാന പ്രസിഡന്റായി സംഘടനയെ നയിച്ച പി കെ ശങ്കർദാസിനെ യോഗത്തിൽ ആദരിച്ചു. ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുന്ന ശാന്ത ജയനെ അനുമോദിച്ചു. വി എം സുബ്രൻ, കലാഭവൻ ജയൻ, കെ വി അജി, പി കെ സാജൻ, ശശി കോട്ടായി, പി കെ സതീശൻ, എം എൻ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ആല പനങ്ങാട് ഷൈഖ് മുനവർ ഷാ അൽബിർ സ്കൂളിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. മഹൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മഹൽ സെക്രട്ടറി അഷ്റഫ് തരൂപീടികയിൽ, പ്രിൻസിപ്പൽ അസ്ഫറുദ്ദീൻ ഹുദവി, കോർഡിനേറ്റർ മൊയ്തീൻകുട്ടി, ഇബ്രാഹിംകുട്ടി എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് ടീച്ചർ സെൽബത്ത്, PTA പ്രസിഡന്റ് സെലീന, അധ്യാപികമാർ, മറ്റംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെട്ടത്. ഭക്ഷണത്തിലെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കി തന്ന ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. 7 കാറ്റഗറിയിലായിട്ടുള്ള ഭക്ഷണ വൈവിധ്യങ്ങളാണ് പ്രദർശിപ്പിച്ചത്. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലെയും ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങളും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ അറേബ്യൻ സ്റ്റൈൽ ഫുഡും ചൈനീസ് സ്റ്റൈൽ ഫുഡും യൂറോപ്യൻ സ്റ്റൈൽ ഫുഡുകളുമാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. വിവിധ നാടുകളിലെ ഭക്ഷണത്തെക്കുറിച്ച് കുട്ടികളെ ഉദ്ബോധിപ്പിക്കാനും അവിടുത്തെ ഭക്ഷണരീതിയെ പരിചയപ്പെടുത്താനുമാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ചാലക്കുടി നഗരസഭ ഭരണസമിതിയുടെ നടപടികളിലും വെൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും CITU പ്രതിനിധിയെ അകാരണമായി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന നടപടിയിലും പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. VKTU ഏരിയ പ്രസിഡന്റ് KI അജിതൻ അധ്യക്ഷനായി. CITU ഏരിയ പ്രസിഡന്റ് KV തോമസ്, TO വിൻസെന്റ്, ജിനി രാധാകൃഷ്ണൻ, ബിന്ദു അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നേന്ത്രക്കായയ്ക്ക് കുത്തനെ വിലയിടിയുന്നു. വാഴ കർഷകർ പ്രതിസന്ധിയിൽ. VFPCKയുടെ പരിഹാരം സ്വാശ്രയ കർഷക സമിതിയിലെ 700ഓളം കർഷകർക്കാണ് വിലയിടിച്ചിൽ ദുരന്തമായി മാറിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ആവേശത്തിന്റെ തുഴയെറിഞ്ഞ് ഭാരതപ്പുഴയിൽ വള്ളംകളി നടന്നു. കയാക്കിംഗ് മത്സരവും ചെറുവള്ളങ്ങളിലെ മത്സരവുമായിരുന്നു പ്രധാന ആകർഷണം. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. എടവലങ്ങ് കാര സ്വദേശി പാറശ്ശേരി വീട്ടിൽ രമേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.